പ്രിയമുള്ള പ്രേക്ഷകർ, ജ്യോതിഷത്തിൽ ഒരു യോഗം നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. ആ യോഗത്തിന് നാം നിപുണയോഗമെന്ന് പറയുന്നു. ഈ യോഗമുണ്ടാക്കുന്ന ദിഗ്രഹ യോഗം, ഈ ദിഗ്രഹങ്ങൾ സൂര്യനും ബുധനുമാകുന്നു. സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് യോഗം ചെയ്യുമ്പോൾ ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം എന്നാണ് ആ യോഗത്തിൻ്റെ അർത്ഥം. ബുധേന നിപുണം സാമർഥ്യം പ്രകടിപ്പിക്കുന്നു, അതാണ് നൈപുണ്യം. ധീകീർത്തി സൗഖ്യാനിതം, അതിലൂടെ ബുദ്ധിയും കീർത്തിയും പ്രശസ്തിയും ഉണ്ടാകുന്നു, ധനവും ഉണ്ടാകുന്നു എന്ന് സാരം. ഈ നിപുണയോഗം മേടം മുതൽ 12 രാശിക്കാർക്ക് എപ്രകാരമാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, ഈ യോഗം ഫെബ്രുവരി 12 വരെ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എപ്രകാരമാണെന്ന് നിങ്ങൾ വിലയിരുത്തണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. ഉത്സാഹി ലഭതേ കാര്യമെന്നാണ്. ഉത്സാഹിയാണ് കാര്യങ്ങൾ നേടുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ജ്യോതിഷത്തിൽ ബുധൻ പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. ബുധ പലതസ്തു സർവ്വത, ഏത് സമയത്തും ബുധൻ ഫലം ചെയ്യും. അതെപ്രകാരമാണെന്ന് നമുക്ക് 12 രാശിക്കാരനും നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് നിപുണയോഗം എപ്രകാരം മകരം രാശിക്കാർക്ക് ശുഭാശുഭം ആകുമെന്ന ഫലമാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. മകരം രാശിക്കാർക്ക് ഈ ഒരു നിപുണയോഗം വളരെയധികം ഫലപ്രദമാണ്. അവിടെ സൂര്യൻ ആ രാശിയിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഗുണമായിരുന്നില്ല. ബുധൻ വന്നതോടുകൂടി ഫെബ്രുവരി 12 വരെ ഈ ദിഗ്രഹയോഗം വളരെയധികം ഗുണത്തെ പ്രദാനം ചെയ്യും മകരം രാശിക്കാർക്ക്. അവിടെ നിപുണയോഗത്തിൻ്റെ പൂർണ്ണത നമുക്ക് കാണാം. പ്രത്യേകിച്ച് ലഗ്നത്തിലെ ബുധൻ വളരെയധികം ഫലം പറഞ്ഞിരിക്കുന്നു. വിദ്വാൻ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. വിദ്വാൻ, നല്ല അറിവുണ്ടാകും ബുധന്. സ്വതവേ ലഗ്നത്തിലെ ബുധൻ ബുധേ മൂർത്തികോ മാർജേത് അന്യരിഷ്ടം, മറ്റുള്ളവരുടെ അരിഷ്ടത മാറാൻ വളരെയധികം സഹായിക്കും. വരിഷ്ഠാധ്യഹ, നല്ല ബുദ്ധി അദ്ദേഹത്തിന് പ്രദാനം ചെയ്യപ്പെടും ഈ ലഗ്നത്തിലെ ബുധൻ. ചികിത്സ അറിയുമെന്നാണ്. അതിനാൽ ഡോക്ടർ അല്ലെങ്കിൽ ഭിഷഗ്വരൻ, വൈദ്യവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലയിൽ പ്രവർത്തിക്കുവാൻ മാത്രമല്ല ഈ ബുധൻ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല ബുദ്ധി ഉപദേശിക്കാം. നല്ല കൺസൾട്ടൻ്റ് ആകാം, നല്ല ബ്രോക്കറാകാം, നല്ല ഏജൻ്റ് ആകാം. അന്യരുടെ ദുഃഖത്തെ തനിക്ക് ഏറ്റെടുത്ത് നന്നായി അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അവരുടെ കൂടെ സമയം ചെലവഴിക്കാം. നല്ല ഹീലറാകാം. അതിശക്തമായ യോഗമാണ്. പലപ്പോഴും തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയെന്ന് വരില്ല. അന്യർക്ക് വേണ്ടി ജോലി ചെയ്യും. തൻ്റെ പ്രിയപ്പെട്ട വർക്കുകളൊക്കെ മാറ്റിവെച്ച് അന്യർക്ക് വേണ്ടി രാവും പകലും ഓടി നടക്കും. അതിന് ഗുണം ലഭിക്കണമെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കണം. അല്ലാതെ നിസ്വാർത്ഥമായി കർമ്മങ്ങൾ ചെയ്ത് തനിക്ക് യാതൊരു ഗുണവുമില്ലാത്ത അവസ്ഥ സംജാതമാക്കാൻ അനുവദിക്കരുത് ഈ നിപുണയോഗത്തെ. ധാരാളം യാത്ര ചെയ്യുവാനുള്ള യോഗമുണ്ട്. ഇവിടെ യാത്രാപതിയും വളരെ ബലവാനാണ്. അതിനാൽ വിദേശയാത്ര, ആ യാത്രയിലൂടെ തനിക്ക് നന്മകൾ എപ്രകാരം സംജാതമാകും എന്ന ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. അപ്പോൾ മകരം രാശിക്കാർക്ക് ഇത് വളരെ അനുകൂലമായ ഒരു തൂവലായി വരും ഈ നിപുണയോഗം. അടുത്തതായി നാം ചർച്ച ചെയ്തത് കുംഭൻ രാശിക്കാരുടെ ഈ ഒരു നിപുണയോഗവും ഇതിൻ്റെ ശുഭാശുഭ ഫലങ്ങളുമാണ്. കുംഭൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. ഇവിടെ നിപുണയോഗത്തിന് അങ്ങേയറ്റം ഒരു ശുഭത്വം കുറഞ്ഞ വാരമാണ് ഫെബ്രുവരി 12 വരെ. ശ്രദ്ധിക്കുക, ഇവിടെ ബുധൻ 5ാം ഭാവാധിപനാണ്. പലപ്പോഴും തന്നെ ബുദ്ധി നേർക്ക് നിൽക്കില്ല. പലപ്പോഴും താൻ ആലോചിച്ച കാര്യങ്ങളൊക്കെ തന്നെ എന്ത് സംഭവിക്കും, പലപ്പോഴും തനിക്ക് സമയത്ത് അതിനെ ഫോളോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. സപ്പോസ് നിങ്ങൾക്കൊരു നല്ല ഒരു ഇൻ്റർവ്യൂ ലഭിച്ചു, നിങ്ങളോട് 10:30 എത്താൻ പറഞ്ഞു, നിങ്ങൾ അവിടെ എത്തുമ്പോൾ 11 മണിയാവും, നിങ്ങളുടെ അവസരം നഷ്ടപ്പെടും. നിങ്ങളുടെ വിലപ്പെട്ട രേഖകൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് മറന്നു പോകും. അതിന് രേഖകൾ ശ്രദ്ധിക്കുക. അനാവശ്യമായ മാനസിക സംഘർഷങ്ങൾ വളരെയധികം അനുഭവിക്കും ഈ സമയത്ത് കുംഭം രാശിക്കാർക്ക്. സൂര്യനും ബുധനും രണ്ടുപേരും വളരെ ദുർബലമായി നിൽക്കുന്നു 12ാം ഭാവത്തിൽ. 12 സൂര്യൻ വന്നാൽ പതിതസ്തുരിപ്പേ, വീഴ്ച സംഭവിക്കും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ വളരെ ശ്രദ്ധിക്കണം കുംഭൻ രാശിക്കാർ ഈ ഒരു ഫെബ്രുവരി 12 വരെയുള്ള സമയം. അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത മാസവും നിപുണയോഗം വരും. എങ്കിലും ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. സത്കർമ്മങ്ങൾക്കായി ധാരാളം കാശ് ചെലവാക്കുക. 12 ബുധൻ വരുമ്പോൾ അങ്ങനെയാണ്. പല ധാർമ്മികമായ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. ആ ധാർമ്മികമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ അറിയപ്പെടുക. മറ്റുള്ളവരാൽ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് നന്മകൾ നമുക്കുണ്ടാകട്ടെ. നാം ദാനം ചെയ്യുമ്പോൾ, നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു മാനസികമായ സുഖം, അത് അനുഭവിക്കുവാൻ ഏറ്റവും നല്ല സമയമാകുന്നു ഫെബ്രുവരി 12 വരെയുള്ള സമയം. നിശ്ചയമായും നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടായി ചെയ്യുക. പറ്റുമെങ്കിൽ നിത്യവും, അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രത്തിൽ, അല്ലെങ്കിൽ ബുധനാഴ്ച വ്യാഴാഴ്ച ദിനങ്ങളിൽ. എല്ലാ പ്രിയപ്പെട്ട
കുംഭൻ രാശിക്കാർക്കും ശോഭനമായ നിപുണയോഗം അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനം രാശിക്കാരുടെ ഈ ഒരു വാരക്കാലത്തെ ഫെബ്രുവരി 12 വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. മീനൻ രാശി എന്നാൽ പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ഇവിടെ വളരെ നല്ല പൊസിഷനിൽ നിൽക്കുന്നു ബുധനും സൂര്യനും കൂടിയുള്ള ദിഗ്രഹയോഗം, നിപുണയോഗം വളരെ അനുകൂലമാണ് മീനൻ രാശിക്കാർക്ക്. അവർക്ക് 11ാം ഭാവത്തിലാണ് ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നത്. 11ാം ലാഭത്തിന് സലാഭ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. എല്ലാ ലാഭവും ഉണ്ടാവുക എന്ന ഫലം. അതിനാൽ ഈ നിപുണയോഗം വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാം മീനം രാശിക്കാർക്കൊക്കെ തന്നെ. 11ലെ ബുധൻ വളരെയധികം നല്ലതാണ്. ഇവിടെ വീടിൻ്റെ അനുഭവം, ഭൂമിയുടെ അനുഭവം, ഭാര്യാസുഖം, വിദേശത്തുള്ള വ്യക്തിക്ക് തൻ്റെ ഫാമിലിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഈ ഒരു സമയം വളരെ നല്ലതാണ്. മീനത്തിൽ നിന്ന് ശുക്രനുമുണ്ട്. നല്ല എല്ലാ ഫാമിലി ലൈഫിൻ്റെ അനുഭവങ്ങളും വരുന്ന വാരമാകുന്നു 12ാം തീയതി വരെ. അതിനുവേണ്ടി വളരെയധികം ഉത്സാഹിക്കുക. ആ ശുക്രൻ മാളവ്യ മഹായോഗം ചെയ്ത് നന്നായി നിൽക്കുന്നു. 11ലെ സൂര്യൻ കർമ്മമേഖലയിൽ പുത്തൻ അംഗീകാരങ്ങൾ, അനുഭവങ്ങൾ, തനിക്ക് ചിഹ്നം, അംഗീകാരം ലഭിക്കുക. അതിനുവേണ്ടി ഉത്സാഹിക്കണം മീനം രാശിക്കാർക്ക്. എല്ലാ മീനം രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഭാവി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.